ട്രേഡ് ചെയ്യുന്നവർക്ക് ലൈഫ് ലോങ് ഉപകാരപ്പെടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോളുക, ഒരുപാട് ഉപകാരപ്പെടാം. അതായത് നമുക്ക് പലപ്പോഴും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് മാർക്കറ്റ് ഡേ ഒരു ദിവസം ഇങ്ങനെ അപ്സൈഡ് പോകുന്നു, എന്നാൽ പിറ്റേ ദിവസം ചില ദിവസങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്, ചില ദിവസങ്ങളിൽ മാർക്കറ്റ് റിവേഴ്സൽ ഇതുപോലെ പോകുന്നുണ്ട്. പലർക്കും ഇത് എന്തുകൊണ്ടാണെന്നോ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നോ മുൻകൂട്ടി മനസ്സിലാക്കാനോ റീഡ് ചെയ്യാനോ സാധിക്കുന്നില്ല. മാർക്കറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സെന്റിമെന്റ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക, ഒരുപാട് ഉപകാരപ്പെടും. അതായത് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡേ എന്ന് പറയുന്ന ഒരു സ്റ്റോറി പോലെ കേട്ടോളാം, ഒരു ജസ്റ്റ് ഒരു ചെറിയ കഥ പോലെ. ഒരു ഡേ ഇത് കണ്ടോ, ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോ ഇവിടെ ഒരു ദിവസം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഇവിടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഡേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ഡേ തുടങ്ങുന്നത് എപ്പോഴും ഒരു ഇംബാലൻസിലൂടെ ആയിരിക്കും. ഇംബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡേയുടെ തുടക്കത്തിൽ മാർക്കറ്റിലെ ബയേഴ്സും സെല്ലേഴ്സും ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ അല്ല, ബിഗ് പ്ലേയേഴ്സിനെ, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബിഗ് പ്ലേയേഴ്സിനെ. ബിഗ് പ്ലേയേഴ്സ് ഒരിക്കലും മാർക്കറ്റിന്റെ തുടക്കത്തിൽ എന്തായിരിക്കില്ല, അവരുടെ പൊസിഷൻസ് ബാലൻസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അവര് പുതിയ പൊസിഷൻസ് എടുക്കുന്നതും പ്രീവിയസ് പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ടൈമാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്യാൻഡിൽ അല്ല, തെറ്റിദ്ധരിക്കരുത്. മാർക്കറ്റിന്റെ തുടക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ക്യാൻഡിലിനെ അല്ല ഉദ്ദേശിക്കുന്നത്, ആദ്യത്തെ 30 മിനിറ്റ്സ്. ഈ കാണുന്ന നിഫ്റ്റിയാണ്, ഇത് നിഫ്റ്റിക്കാണ്. നിഫ്റ്റിയുടെ ഫസ്റ്റ് 30 മിനിറ്റ്സ് ഇത് കണ്ടോ, ഫസ്റ്റ് 30 മിനിറ്റ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. അതായത് 9:15 നമ്മളെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9:45 വരെയുള്ള റേഞ്ച് ഞാൻ മാർക്ക് ഈ ഒരു ഗ്രീൻ ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്താണ്ടോ. ഈ ഒരു മാർക്കറ്റ് തന്നെ ഒന്ന് നോക്കി, ഇവിടെ തുടക്കത്തിൽ നമുക്ക് വലിയ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, പ്രീവിയസ് ഡേയിൽ എടുക്കുന്ന പല പൊസിഷൻസും അവർ എക്സിറ്റ് ചെയ്യുന്നതും എന്നാൽ പുതിയ പൊസിഷൻസ് ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്യുന്ന ടൈം ഏതാണ്? ഈ പറയുന്ന മാർക്കറ്റിന്റെ തുടക്കത്തിലാണ്, ആദ്യത്തെ 30 മിനിറ്റ്സിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 30 മിനിറ്റ്സ് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്? ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ടൈമാണ്. ബാലൻസ് ഇന്ന് ബയേഴ്സിന്റെ സൈഡിലേക്കാണോ അല്ലെങ്കിൽ ബൈ പൊസിഷൻസ് ആണോ ആഡ് ചെയ്യേണ്ടത്, ഇന്ന് സെൽ പൊസിഷൻസ് ആണോ മാർക്കറ്റിനെ ആഡ് ചെയ്യേണ്ടത് എന്നൊരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ബിഗ് പ്ലേയേഴ്സ് ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ 30 മിനിറ്റ്സ് ബിഗ് പ്ലേയേഴ്സ് ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ ഇവര് എഗ്രിമെന്റിൽ എത്തുന്ന ഒരു ടൈമുണ്ട്. അതായത് ഒരു ഡേ കംപ്ലീറ്റ് നമ്മൾ ഒരു ഡേ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഡേ നോക്കി, ഈ ഡേ മാർക്കറ്റ് കംപ്ലീറ്റ് മൂവ് ചെയ്തതിന് ശേഷം, ഈ ഡേ കംപ്ലീറ്റ് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തന്നതിന് ശേഷം ഇത് അവസാനിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെയാണ് ഈ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ബിഗ് പ്ലേയേഴ്സ് ഒരു ഡേ കംപ്ലീറ്റ് മാർക്കറ്റിനെ മൂവ് ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ട് മാർക്കറ്റിനെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അവസാനിപ്പിക്കുന്ന റേഞ്ച് എപ്പോഴും പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിരിക്കും. അതിന് കാരണം ആ റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് 30 മിനിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ശ്രദ്ധിച്ചു കേട്ടോളാം, കാരണം എന്ന് പറയുന്നത് ഒരു ഡേ കംപ്ലീറ്റ് ബയേഴ്സും സെല്ലേഴ്സും ഇവിടെ അടിയും ബഹളവും ഒക്കെ നടന്നു. ഇങ്ങനെ അടിയും ബഹളവും ഒക്കെ നടന്നു. എല്ലാ ബഹളങ്ങളും നടന്നിട്ട് അവസാനം ഒരു പോയിന്റിൽ നമുക്ക് മാർക്കറ്റിനെ ഇവിടെ അവസാനിപ്പിക്കാം എന്ന് ബയേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് എഗ്രി ചെയ്യുന്ന ഏരിയ ആണ് മാർക്കറ്റിന്റെ ക്ലോസിംഗ് സോൺ അഥവാ മാർക്കറ്റിന്റെ ലാസ്റ്റ് 30 മിനിറ്റ്സ്. ശ്രദ്ധിച്ച് കേട്ടോളാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവര് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ ആദ്യത്തെ 30 മിനിറ്റ്സും ലാസ്റ്റ് 30 മിനിറ്റ്സും തമ്മിൽ ബന്ധമുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇപ്പോ ആ സെന്റിമെന്റ് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോളാം. അപ്പോ ആദ്യത്തെ 30 മിനിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു? മാർക്കറ്റ് ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ടൈമാണെന്ന് പറഞ്ഞു. എന്നാൽ ലാസ്റ്റ് 30 മിനിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു? എല്ലാ ബഹളങ്ങൾക്കും ശേഷം മാർക്കറ്റ് ഒരു ബാലൻസ് കണ്ടെത്തി അവസാനിക്കുന്ന ടൈമാണ് ലാസ്റ്റ് 30 മിനിറ്റ്സ് എന്നതും പറഞ്ഞു അല്ലെ. ഇനി ഈ രണ്ട് ലെവലുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ,
മാർക്കറ്റിന്റെ ആദ്യത്തെ 30 മിനിറ്റ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിന്റെ അവസാനത്തെ 30 മിനിറ്റ്സും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 പോയിന്റും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാമല്ലോ. സ്റ്റാർട്ടിങ് 30 മിനിറ്റ്സും കാണാം, മാർക്കറ്റിന്റെ ലാസ്റ്റ് 30 മിനിറ്റ്സും കാണാം. ഈ ഒരു ഡേയിൽ തന്നെ നോക്കിയാല് ഫസ്റ്റ് കണ്ടോ മാർക്കറ്റ് വളരെ വയലന്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. കാരണം എന്താണ്, പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യുന്നതും പ്രീവിയസ് പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നതും കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. അപ്പൊ മാർക്കറ്റ് മിക്കവാറും ഡേയ്സിലൊക്കെ ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് വളരെ വയലന്റ് മൂവ്മെന്റ് ആണ്. കാരണം മാർക്കറ്റ് ബയേഴ്സ് സെല്ലേഴ്സ് എഗ്രിമെന്റ് എത്തിയിട്ടില്ല. എന്താ ചെയ്യുക, പുതിയ പൊസിഷൻ എടുക്കുക, എക്സിറ്റ് ചെയ്യുക, മൊത്തം ബഹളം നടക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ, ഇവിടെ ഇതേ ഒരു സൈലന്റ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് ലാസ്റ്റ് 30 മിനിറ്റ്സിലെ. എല്ലാ ദിവസവും ഇതേപോലെ സൈലന്റ് ആയിരിക്കില്ല, മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇതേപോലെ ഒരു സൈലന്റ് കാണാം. അതിന്റെ കാരണം എന്താണ്, മാർക്കറ്റ് എഗ്രിമെന്റിൽ എത്തി. ഈ ദിവസത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബയേഴ്സ് സെല്ലേഴ്സ് കൈ കൊടുത്ത് പിരിയുന്ന ടൈമാണത് ലാസ്റ്റ് 30 മിനിറ്റ്സ്. ഇവര് തമ്മില് ഇത് നോക്കി, ഈ ആദ്യത്തെ ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ടൈം കണ്ടോ, ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ടൈം, ഇതിന് എബവ് ആണ് ഈ ബാലൻസ് കണ്ടെത്തിയ ടൈം വന്നിരിക്കുന്നത്. ചിന്തിക്കുക, മനസ്സിലാക്കുക, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഫസ്റ്റ് 30 മിനിറ്റ്സിന് എബവ് ആണ് ബാലൻസ് കണ്ടെത്തിയ ലാസ്റ്റ് 30 മിനിറ്റ്സ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ, ബാലൻസ് കണ്ടെത്താൻ ഫസ്റ്റ് 30 മിനിറ്റ്സ് ശ്രമിച്ചു, എന്നാൽ ബാലൻസ് കണ്ടെത്തിയത് അതിന് എബവ് ആണ്. ഇത് എന്ത് സെന്റിമെന്റിനാണ് സൂചിപ്പിക്കുന്നത്, ഏത് ടൈപ്പ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ സൂചിപ്പിക്കുന്നത്, എന്ത് ആരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ബയേഴ്സ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഈ റേഞ്ച് ഫസ്റ്റ് 30 മിനിറ്റ്സിന് മുകളില് ലാസ്റ്റ് 30 മിനിറ്റ്സ് മാർക്കറ്റ് വന്ന് അവസാനിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്, ശ്രദ്ധിച്ചുകൊണ്ടുള്ള, ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല. ചാർട്ട് എടുത്ത് നോക്കിയാലും മനസ്സിലാവും. പല ദിവസങ്ങളിലും ഫസ്റ്റ് 30 മിനിറ്റ്സിന് ഉള്ളിൽ തന്നെ മാർക്കറ്റ് അവസാനിക്കും. മാർക്കറ്റ് പുതിയ ബാലൻസ് കണ്ടെത്താത്ത ഡേയും ഉണ്ട്. ഇത് തിരിച്ചറിയുക. ഇത് പലരും ഇത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കാത്തവർ ഇന്ന് മുതൽ അത് ശ്രദ്ധിച്ചു നോക്കുക, നമുക്ക് മനസ്സിലാവും. അപ്പോ ഇനി ഇതിനകത്ത് ഇനി വരുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് കൂടി നോക്കാം. നമുക്കിതേ നെക്സ്റ്റ് ഒരു ഡേ എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു ഡേ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇവിടുത്തെ ഫസ്റ്റ് 30 മിനിറ്റ്സ് മാർക്കറ്റ് ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഫസ്റ്റ് 30 മിനിറ്റ്സ് ഇവിടെയാണ്. ബാലൻസ് കണ്ടെത്തിയ അടുത്ത 30 മിനിറ്റ്സ് ഇവിടെയാണ്. കണ്ടോ? അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത ഡേറ്റ, ഇതിന്റെ കൂടെ ക്ലബ് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മാർക്കറ്റ് ഇവിടെ ഈ ഒരു മാർക്കറ്റ്, നമ്മൾ എക്സാമ്പിൾ എടുക്കുന്ന മാർക്കറ്റ് തന്നെ നോക്കിയുള്ളൂ. ഇവിടെ ഇതിന് മുകളിലാണ് ലാസ്റ്റ് 30 മിനിറ്റ്സ് വന്നതെന്ന് കണ്ടു അല്ലെ, ലാസ്റ്റ് 30 മിനിറ്റ്സ് മുകളിലാണല്ലോ. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന് എബവ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിന് എബവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ്, പിന്നെയും ബയേഴ്സിന് അനുകൂലമായിട്ട് മൂവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേയിലെ മാർക്കറ്റ് ഓപ്പണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഡേയില, കാരണം ബാലൻസ് കണ്ടെത്തിയ ഏരിയ ഇതാണ്. ഈ ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് ബാലൻസ് കണ്ടെത്തിയ. ആ കണ്ടെത്തിയ ബാലൻസിന് എബവോ ഉള്ളിലോ ഒക്കെ ആയിരിക്കും മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ബിലോ വന്ന് ഓപ്പൺ ചെയ്യും. ബിലോ ഓപ്പൺ ചെയ്താൽ ശ്രദ്ധിച്ചോളുക, ആ ബാലൻസിനെ മാർക്കറ്റ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റിൽ സെല്ലേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് എന്താണ്, മാർക്കറ്റ് ബാലൻസ് കണ്ടെത്തിയ ലെവലിന് ബിലോ ആണ് മാർക്കറ്റ് പിറ്റേന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളുക, സൂക്ഷിക്കുക, വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എബോ ഓപ്പൺ ചെയ്യണം. ആ റേഞ്ചിന് ബാലൻസ് കണ്ടെത്തിയ ലെവലിന് എബോ ഓപ്പൺ ചെയ്യണം. ഇൻസൈഡ് ആണെന്നെങ്കിൽ നമുക്ക് ഒരു ന്യൂട്രൽ ആണെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് അത് നെഗറ്റീവ് അല്ല. ഈ ലാസ്റ്റ് ബാലൻസ് റേഞ്ചിന് ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയതെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ന്യൂട്രൽ സെന്റിമെന്റ് ആണ് എന്നുള്ളതെങ്കിലും പറയാം. എന്ത് വന്നു തന്നാലും എന്താവാൻ പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല. നെഗറ്റീവ് ആയാൽ സെല്ലേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നത് എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, ദേ ഇവിടെ നോക്കി. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, ഈ പറയുന്ന ഒരു എബോ ഓപ്പണിംഗ് ആണ് വരേണ്ടത്. ഇപ്പൊ ഈ മാർക്കറ്റിൽ റിയലിസ്റ്റിക്കലി നമുക്ക് നോക്കുമ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള, കഴിഞ്ഞ ദിവസത്തെ ബാലൻസ് എവിടെയാണോ കണ്ടെത്തിയത് അവിടെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് മാർക്കറ്റ് എന്താ ചെയ്തതെന്ന് നോക്കി, എന്താ മാർക്കറ്റ് അവിടെ ചെയ്തെന്ന് നോക്കി. എക്സാക്ട്ലി ആ ഒരു പോയിന്റ് സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട്, ആ ബാലൻസ് കണ്ടെത്തിയ പോയിന്റ് സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് അപ്സൈഡ് പോണത് കാണാം. കണ്ടോ? മാർക്കറ്റ് ബാലൻസ് കണ്ടെത്തിയ പോയിന്റ് സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് അപ്സൈഡ് പോണത് കാണാം. ഇതേ ഡേയില്
നെക്സ്റ്റ് ഡേയില് മാർക്കറ്റ് നോക്കി എന്താ സംഭവിച്ചത് നോക്കി, ബാലൻസ് കണ്ടെത്തിയ പോയിന്റ് ലാസ്റ്റ് 30 മിനിറ്റ്സ് അതിന് ബിലോ ആണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ നോക്കി, അതിന് ബിലോ ആണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ദേ ഈ പോയിന്റിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. കണ്ടോ അവിടെ എന്താ സംഭവിച്ചേ? ഞാൻ ദേ ഈ ബാലൻസ് കണ്ടെത്തിയ പോയിന്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചേ? കണ്ടോ, ഇത് പലരും ശ്രദ്ധിക്കില്ല. മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, എക്സാക്ട്ലി ആ ഒരു പോയിന്റില് റെസിസ്റ്റൻസ് എടുത്ത് മൂവ് ചെയ്യുന്നത് കാണാം. റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത ഡേ ഒന്ന് നോക്കി, നെക്സ്റ്റ് ഡേ ഒന്ന് നോക്കി. നെക്സ്റ്റ് ഡേയിൽ നോക്കിക്കഴിഞ്ഞാല് മാർക്കറ്റിന്റെ ഓപ്പണിംഗ്, മാർക്കറ്റിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റിമെന്റ് ഒന്ന് കണക്കിലെടുത്ത് നോക്കി. മാർക്കറ്റിന്റെ ആദ്യത്തെ ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആദ്യത്തെ 30 മിനിറ്റ്സ് എവിടെയാണ്? ദേ ഇവിടെയാണ്. ഇതാണ് ആദ്യത്തെ 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ 30 മിനിറ്റ്സ് റേഞ്ചിന് ബിലോ അല്ലേ ഈ ദിവസം 30 മിനിറ്റ്സ് വന്നിരിക്കുന്നത് അല്ലേ? അവസാനത്തെ 30 മിനിറ്റ്സ് ബാലൻസ് കണ്ടെത്തിയ 30 മിനിറ്റ് ആദ്യത്തെ 30 മിനിറ്റ്സിന് ബിലോ അല്ലേ ഈ ഡേയിൽ ഫോം ആയിരിക്കുന്നത്. അതായത് ഈ ഡേയില് ബിഗ് പ്ലേസ് മാർക്കറ്റിനെ എങ്ങോട്ടാ പുഷ് ചെയ്തിരിക്കുന്നത്? ബാലൻസ് കണ്ടെത്തിയത് ഒരു ലോവർ പ്രൈസിലാണ്. ഒരു ലോവർ പ്രൈസിലാണ് ബാലൻസ് കണ്ടെത്തിയത്. അതിനർത്ഥം സെല്ലേഴ്സ് ആക്റ്റീവ് ആണ് മാർക്കറ്റില്. സെല്ലേഴ്സ് ആക്റ്റീവ് ആണ്. പിറ്റേന്ന് എന്താ സംഭവിച്ചത് നോക്കി, മാർക്കറ്റ് എന്താ സംഭവിച്ചത് നോക്കി, ഒരു ന്യൂട്രൽ ഓപ്പണിംഗ്. മാർക്കറ്റിന് ഇതിനുള്ളിൽ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ, ഇവിടെയാണ് ഫസ്റ്റ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രൽ ഓപ്പണിംഗ്. ഓക്കെ, ന്യൂട്രൽ ഓപ്പണിംഗ് സംഭവിച്ചു. മാർക്കറ്റ് എന്ത് ചെയ്തു? നെഗറ്റീവിലോട്ട് തന്നെ, കഴിഞ്ഞ ദിവസത്തെ ആ സെന്റിമെന്റിലോട്ട് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് കാണാൻ സാധിക്കും. കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡേ നോക്കി, ഈ ഒരു ഡേ നോക്കി, ഇവിടെ മാർക്കറ്റിന്റെ ഫസ്റ്റ് 30 മിനിറ്റ്സ് ഇവിടെയാണ് വരുന്നത്, ലാസ്റ്റ് 30 മിനിറ്റ്സ് ഇവിടെയാണ് വരുന്നത്. കണ്ടോ, ഇവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ പിറ്റേ ദിവസത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എവിടെയാണ് വന്നത്? ഇതിന് എബവ് ആണ്. എബവ് ഓപ്പൺ ചെയ്താൽ എന്താണെന്ന് പറഞ്ഞു? ബയേഴ്സ് മാർക്കറ്റിൽ ആക്റ്റീവ് ആകാം. കൃത്യമായിട്ട് അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ മാർക്കറ്റ്? ഇത് ചുമ്മാ ഒന്ന് നോക്കുക, കൃത്യമായിട്ട് മാർക്കറ്റ് ആ ബാലൻസ് ഏരിയയില് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് നോക്കി. ഞാൻ ഓരോരുത്തർക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവും എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ അത് പറയുക കേട്ടോ. അവിടെ സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പലപ്പോഴും കണ്ടോ, ഈ ബാലൻസ് ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാലൻസ് കണ്ടെത്തുന്ന ഏരിയ ഇത് കണ്ടോ, ഇവിടെ ഈ ബാലൻസ് ഏരിയ അവസാനത്തെ ഈ മാർക്കറ്റിന്റെ ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് ഇത്. അവിടെ മാർക്കറ്റ് എന്തുമാത്രം റെസ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ടോ ഈ ഒരു ഡേയില്? നോക്കി, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആ ബാലൻസ് ഏരിയയെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ ലാസ്റ്റ് 30 മിനിറ്റ്സ് ഏരിയ? അപ്പൊ ഇത് മാർക്കറ്റിന്റെ സെന്റിമെന്റ് റീഡിങ്ങിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റയും കാര്യങ്ങളല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് അനാലിസിസ് ആണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ഇനി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട്, എനിക്കറിയാം. കാരണം ഇത്രയും തന്നെ കണ്ടെത്തിയിട്ടുള്ള എത്ര പേരുണ്ട് എന്നത് പറയുക. കാരണം മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ള എത്ര പേര്, കമ്മിറ്റഡ് ആൾക്കാർക്കുണ്ടെങ്കിൽ കമ്മിറ്റഡിന് താഴെ കമന്റ് കൊടുക്കുക. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത്രയും കണ്ടെത്തിയവരെ ആ കമന്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് കേട്ടവര്, ഞാൻ ഈ പറഞ്ഞ എല്ലാവരും ഇത്ര എത്തില്ല. ഒരുപാട് പേര് ഇത്ര എത്താം. പലരും ആദ്യത്തെ 1-2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പോവും. അവർക്ക് ട്രേഡിൽ കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് ഉള്ളവര് കംപ്ലീറ്റ് കേട്ട് എത്തിയിട്ടുണ്ടാവും. എത്തിയിട്ടുള്ളവര് കമ്മിറ്റഡ് കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാരെ ഫുള്ള് കാണുന്നുണ്ട്, എത്രത്തോളം ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. മുന്നോട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറയുക. തീർച്ചയായിട്ടും ഇനി ഇതിന്റെ ഈ സെന്റിമെന്റ് റീഡിങ്ങിന് കണ്ടിന്യൂവേഷൻ ചെയ്യുന്ന ആർക്കും ഇതുപോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ലൈക്ക് ചെയ്യാവുള്ളൂ. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ.